ബോധമില്ലാത്ത അവസ്ഥയല്ല, ബോധങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു മനസ്സിലേക്ക് നമ്മൾ മനസ്സ് മാറും. ഞാൻ ജീവിക്കുന്നത് ഈ ശരീരം കൺസെപ്റ്റിൽ ഉണ്ടാവില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഓർമ്മകൾ ഉണ്ടാവില്ലല്ലോ. ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത് യോഗ ചെയ്താൽ ഓർമ്മ ഉണ്ടാവില്ല. എൻ്റെ ബോഡിയിൽ എൻകോഡിങ് ചെയ്തിരിക്കുന്ന സാധനമാണ് എൻ്റെ പൂർവ്വജന്മം, എൻ്റെ കർമ്മം എന്ന് പറയും. ഇന്ന് യോഗ ചെയ്യുന്നത് ഓർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഈ ദേവേന്ദ്രൻ്റെ രീതിയാണ്. നമ്മുടെ ആ ശ്വാസഗതി കൃത്യമായി കഴിഞ്ഞാൽ നമ്മുടെ പൂർവ്വജന്മ ദോഷങ്ങളും ഈ നാഗദോഷങ്ങളും അങ്ങനെയുള്ള എല്ലാ ദോഷങ്ങളും മാറുമെന്ന് പറഞ്ഞു. ആ രീതിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആ അവസ്ഥയിൽ മനനം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പ്രാപിക്കാൻ പറ്റാത്തവർ ആ അവസ്ഥ എത്തുമ്പോഴാണ് മനസ്സിൽ താങ്ങാൻ പറ്റാണ്ടായി പോകുന്നത്. ഈ ഇടിച്ചു കഴിയുമ്പോൾ ഒരു ചുഴി ഉണ്ടാവും. ആ ചുഴിയാണ് ചക്രം എന്ന് പറയുന്നത്. ഏത് നാഗത്തിലാണ് ദോഷം ഇരിക്കുന്നത്, ആ നാഗത്തിന് പ്രപ്പോഷനായിട്ടുള്ള ഹംസമന്ത്രത്തെ എൻ്റെ തോട്ടിൽ നിന്നും അങ്ങയുടെ തോട്ടിൽ ഒരു ബോട്ടിലേക്ക് തോട്ട് വരണ്ടേ? അതെ. എങ്ങനെ വരിക? സർക്യൂട്ട് വേണം. പ്രകൃതിക്ക് ഒരു സർക്കുലേഷൻ ഉണ്ട്, നാഡീ വ്യവസ്ഥയുണ്ട്, അതിലൂടെ കണക്ട് ചെയ്ത് വരുന്നത് ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷനുണ്ട്, ആ ചാനലുണ്ട്. ആ ചാനലിലൂടെയാണ് ഹനുമാൻ മനസ്സുകൊണ്ട് പോകുന്നത്. അപ്പോൾ അത് ഇന്ദ്രിയ മനസ്സാണോ മഹാദേവന് രാമൻ്റെ മനസ്സാണെന്ന് അറിയേണ്ടവർ, അത്ര വ്യത്യാസങ്ങളുള്ളൂ. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ ശ്വാസഗതിയുടെയും എന്താ പറയുക പ്രാണായാമത്തിൻ്റെ വ്യത്യാസം വരിക. ഒന്നുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ ഇന്ന് കാണുന്ന യോഗശാസ്ത്രത്തിൽ നമ്മളൊരു ആസനം ചെയ്യാൻ നോക്കട്ടെ. നമ്മൾ സിമ്മട്ട് ആയിട്ട് ചെയ്യും. അതായത് വലത്ത് സൈഡിലേക്കും ചെയ്യും, ഇടത്ത് സൈഡിലേക്കും ചെയ്യും. അതുപോലെ തന്നെയാണ് ശ്വസന രീതികൾ പറയുക. നമ്മുടെ ഹഠയോ പ്രദീപികയിൽ സൂര്യഭേദി, ഉജ്ജയി, ശീതളി, ശീൽഖാലി, ഭ്രാമരി, ഭസ്ത്രിക, ഉജ്ജയി, പ്ലാവനി എന്നുണ്ട് 8 ബ്രീത്തിങ് പാറ്റേൺസാണ് പറയുന്നത്. 8 പ്രാണായാമം എന്ന് പറയാം, 8 കുംഭം എന്ന് പറയാൻ. അപ്പോൾ സൂര്യഭേദി, ഉജ്ജയി എന്ന് പറയാം. അപ്പം സൂര്യഭേദി നമ്മളെന്ന് പറയുമ്പോൾ എന്ത് വേണം? വലത്തോട്ട് തിരിയുന്ന ആൾ ഇടത്തോട്ടും തിരിയണം. അപ്പം നേരത്തെ അങ്ങ് ചോദിച്ചിരുന്നു, ഈ ഇടത്തെ മൂക്കിലെടുത്ത് ശ്വാസം ഹോൾഡ് ചെയ്യണം, വലത്തെ മൂക്കിൽ ശ്വാസം എടുത്ത് ഹോൾഡ് ചെയ്യണമെന്ന്. ഇപ്പോൾ ഞാൻ വലത്തെ മൂക്കിലെടുത്ത് ശ്വാസം ഹോൾഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഇടത്തെ മൂക്കും ചെയ്യണ്ടേ? പക്ഷേ ആ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് വലത്തെ അവിടെ സൂര്യഭേദി മാത്രം ചെയ്താൽ മതി, ഒരു സൈഡ് മാത്രം ചെയ്താൽ. ഏത് ഒരു സൈഡ് നല്ല കണക്ക്, അവിടെയാണ് വീണ് തെറ്റുന്നത്. മൂക്കിലൂടെയാണ് ശ്വാസം എടുക്കുന്നതെങ്കിൽ സൂര്യഭേദി എന്ന് പറയുമ്പോൾ എല്ലാവരും വലത്തെ മൂക്കെടുക്കും. ഏത് നാഡി വ്യവസ്ഥയിലാണോ പ്രാണൻ ഇരിക്കുന്നത് അതിനെയാണ് സൂര്യൻ എന്ന് പറയാ. മനസ്സിലായി. ഏത് നാഡിയിലാണോ സുഷുപ്ന നാഡിയുടെ ഇടത്തും വലത്തും 2 നാഡി വ്യവസ്ഥ ഉണ്ടെന്ന് പറയുന്നത്. സാധാരണഗതിയിൽ എല്ലാവരും വലത് ഭാഗത്തിരിക്കുന്നത് പിംഗള എന്ന് പറയും, ഇടത് വശത്തിരിക്കുന്നത് എട എന്ന് പറയും. നമ്മൾ വീണ്ടും വീണ്ടും പഠിച്ചു പോകുമ്പോൾ ഏത് നാഡിയിലാണോ പ്രാണൻ ഇരിക്കുന്ന നാഡി ആ നാഡിയെ പിംഗള നാഡി എന്ന് പറയും. അപ്പോൾ ഇടതുവശത്തുള്ള നാഡിയിൽ പ്രാണൻ ഇരുന്നാൽ അതിനെ പിംഗള എന്ന് പറയും. അപ്പോൾ സൂര്യഭേദി എന്ന് പറഞ്ഞാൽ സൂര്യമണ്ഡലത്തിൽ നിന്ന് വരുന്ന ആ നാഡികളെ ഭേദിപ്പിക്കലാണ്. ചന്ദ്രനാഡിയെ ഭേദിപ്പിക്കേണ്ട ആവശ്യമില്ല, അതാണ് പറയാതിരുന്നത്. പക്ഷെ നമ്മൾ ഇന്നത്തെ കാലത്ത് എടുക്കുമ്പോൾ മൂക്കായിട്ട് എടുക്കുമ്പോൾ വലത്തെ മൂക്കിൽ ശ്വാസം എടുത്താൽ മതി, ഇടത്തെ മൂക്കിൽ എടുക്കണ്ട, ആ കൺസെപ്റ്റ് വരും. പക്ഷെ അതൊക്കെ ശരിക്കും ശരീരത്തെ കളയുന്ന അവസ്ഥയാണ്. ശരിക്കും ഇത് എത്ര ശതമാനം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്? അതെ, ബുദ്ധിമുട്ടാണ്. ശ്വാസങ്ങളെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ പ്രാണനെ പറ്റി പറഞ്ഞാൽ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. പ്രാണന് ചില ടെക്നിക്സ് മനസ്സിലാവും നമുക്ക് വേണമെങ്കിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രാണി ഹീലിംഗ് ചെയ്യുന്ന ആളുകളോട് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൈക്ക് ചൂടുണ്ടാവും, ഇങ്ങനെ എനർജി ഫ്ലോ. ഇതിപ്പോൾ ഫിംഗറിലൊക്കെ കുറേ ചക്രാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് 7 ചക്രങ്ങളുണ്ട്. അതെ. അതുകൂടാതെ 33 ചക്രങ്ങൾ വേറെ ഉണ്ട്. പ്രധാനത്തിൽ തന്നെ നിൽക്കുന്ന സാധനമാണ്. അതിന് മേജർ ചക്രാസ് എന്ന് പറയും. മൈനർ ചക്രാസ് ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഫിംഗർ ടിപ്പ് ചക്ര, ഇതൊരു ചക്ര, അവിടെ ഒരു നാണയത്തിൻ്റെ വലിപ്പമുള്ള ചക്രാസ് ഉണ്ട് അവിടെ. ഇതൊക്കെ ഉണ്ടോ? ഈ ചക്രങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഒരു റിപ്പൾഷൻ കാണിക്കും. അപ്പം ഈ ചക്രങ്ങൾ കാണിക്കുന്നത് ഇതിലൂടെ പോകുന്ന എനർജിക്കാണ്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും, അതാണ് എനർജി ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ല എനർജി നമുക്ക് താങ്ങാനും പറ്റില്ല. ജസ്റ്റ് ഒന്ന് എനർജി പാസ്സായി തന്നെ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ഷിവർ ചെയ്ത് എലിവേറ്റ് ചെയ്യും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പ്രാണായാമങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധി കൂടും, അല്ലെങ്കിൽ ഭയങ്കര ഒരു കോൺഷ്യസ് രീതിയിലേക്ക് പോകും.
അത്രയ്ക്കൊരു ക്ലാരിറ്റി കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ? അതാണ് അടുത്ത ക്ലാരിഫിക്കേഷൻ വരുന്നത്. ബ്രീത്തിങ് പാറ്റേൺസ് ചെയ്യുന്നവർക്ക് ശ്രദ്ധ കൂടും, കോൺസെൻട്രേഷൻ കൂടും. ഇതൊക്കെ ഈ ദേവേന്ദ്രൻ്റെ കോൺഷ്യസ് ആണ്. ദേവേന്ദ്രൻ്റെ കോൺഷ്യസ് ആണ്. ശുദ്ധമായ രീതിയിൽ പ്രാണായാമം ചെയ്യുമ്പോൾ പുറത്ത് കാണുന്ന ദേവേന്ദ്രൻ ഡിറ്റാച്ച് ആവും. പിന്നെ എൻ്റെ ശരീരം കീറിയാലും മുറിഞ്ഞാലും അറിയാത്ത അവസ്ഥയിലേക്ക് വരും. പിന്നെ എന്ത് ബോധം? ഇന്ന് കാണുന്ന ബ്രീത്തിങ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാണ്, ഉണർവുണ്ടാവും, ഡിപ്രഷൻ മാറും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ശരിക്കുള്ള പ്രാണായാമം ചെയ്യുമ്പോൾ ബോഡി കോൺഷ്യസ്നെസ് ഇല്ലാണ്ടാവും. അപ്പം ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും, ബോധാതീത അവസ്ഥയിലേക്ക് വരും. ബോധമില്ലാത്ത അവസ്ഥയല്ല, ബോധങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു മനസ്സിലേക്ക് നമ്മൾ മനസ്സ് മാറും. ഞാൻ ജീവിക്കുന്നത് ഈ ശരീരം കൺസെപ്റ്റിൽ ഉണ്ടാവില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഓർമ്മകൾ ഉണ്ടാവില്ലല്ലോ. ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത് യോഗ ചെയ്താൽ ഓർമ്മ ഉണ്ടാവില്ല. ശരിക്കുള്ള യോഗശാസ്ത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഓർമ്മ ഉണ്ടാകാൻ പാടില്ല. ഓർമ്മ ഉണ്ടാവില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ അഥ യോഗാനുശാസനം യോഗ ചിത്തവൃത്തി നിരോധക, ഇങ്ങനെ പതഞ്ജലി യോഗശാസ്ത്രം പറയുന്നത് എങ്ങനെയാണ്? ചിത്തവൃത്തികളെ നിരോധിക്കലാണ് യോഗശാസ്ത്രം. ചിത്തവൃത്തി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പൂർവ്വജന്മത്തിലുള്ള കർമ്മങ്ങളെല്ലാം അനുഭവിക്കുന്ന അവസ്ഥയാണ് ഞാൻ. അപ്പോൾ പൂർവ്വജന്മത്തിലുള്ള എല്ലാ വൃത്തികളെയും നിരോധിക്കണം, ഇല്ലാണ്ടാക്കണം. ഇല്ലാണ്ടാക്കി എനിക്ക് ഓർമ്മ ഉണ്ടാവും? ഇല്ല. ഇപ്പം ഇതൊരു മൊബൈലാണെന്നെങ്കിൽ മനസ്സിലായേ? നേരത്തെ മൊബൈൽ കണ്ടിട്ടുണ്ട് അല്ലേ? ഇതൊരു ഇലയാണെന്ന് മനസ്സിലായി. ഞാൻ നേരത്തെ ഇല കണ്ടിട്ടുണ്ട്. റോസപ്പൂവിനെ നേരത്തെ കണ്ടിട്ട് ഉള്ളതുകൊണ്ടാണ് റോസപ്പൂ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഒരു കൊച്ചു റോസപ്പൂവിനെ കാണുമ്പോൾ അവൻ നോക്കി ചിരിക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ ആ ഓർമ്മ ഇല്ലാണ്ടാവണം. ഇത് മൊബൈൽ കാണുമ്പോൾ അത് കുറേ പ്ലാസ്റ്റിക് പോലെയുള്ള വസ്തുക്കൾ കൂടി ചേർത്തുണ്ടാക്കിയൊരു രൂപമാണെന്ന് പറയേണ്ടി വരും അല്ലേ? ഈ ഇല എന്ന് പറയുന്ന സാധനം അത് വേറെ എന്തൊക്കെ കൂടി ചേർത്തുണ്ടാക്കിയപ്പോൾ ഇങ്ങനെ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഒരു വസ്തു എന്ന് പറയേണ്ടി വരും. അപ്പോൾ ആ പേരുകൾ, സ്ഥലങ്ങൾ എല്ലാം ഇല്ലാണ്ടാവും. നമ്മൾ സിനിമ പറയുന്നുണ്ടേ, രാവണപ്രഭു പറയുന്നുണ്ട്, എല്ലാം പോകും, നാമങ്ങളും വെട്ടിപ്പിടിച്ചതും എല്ലാം നശിക്കും, അവസാനം ശുദ്ധമായ ബോധമാണ് ഭഗവാനിലേക്ക് പോവുക എന്ന് പറയുന്ന പോലെ യോഗശാസ്ത്രം ആണ് കൃത്യമായി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഓർമ്മ ഉണ്ടാകില്ല. ഇന്ന് യോഗ ചെയ്യുന്നത് ഓർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഈ ദേവേന്ദ്രൻ്റെ രീതിയാണ്. ദേവേന്ദ്രൻ്റെ സങ്കല്പങ്ങളെ കൂട്ടിയെടുത്ത് എനിക്ക് സുഖലോലുപനായി ജീവിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമ്മളൊരു മെറ്റീരിയൽ വേൾഡിൽ ജീവിക്കുമ്പോൾ നമുക്ക് അതൊക്കെയല്ലേ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായി വേണ്ടത്? അത് അങ്ങനെ ജീവിക്കുന്നവർ ജീവിക്കട്ടെ, അങ്ങനെ ജീവിക്കുന്നവർ ജീവിക്കട്ടെ. അല്ലാത്തൊരാളുകളുണ്ടല്ലോ, സന്യാസിമാരൊക്കെ ഉണ്ട്. ഇന്ന് കാണുന്ന സന്യാസിമാരാണെന്ന് നോക്കേണ്ടി വരും. കാരണം അതിൽ കാഷായ വേഷം കൊണ്ടോ ഒരു വേഷത്തിലോ രൂപത്തിലോ ഒന്നല്ല എന്താ ഉള്ളിലുള്ള മനസ്സിൻ്റെ അടക്കരിക്കുന്നത്. മനസ്സിൻ്റെ അടക്കരിക്കുന്നത് വേറെ സ്ഥലങ്ങളിലാണ്. ഇനി ഇതിൻ്റെ ഒരു മറ്റൊരു വെർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ലെവലിലേക്ക്, അതായത് നമ്മുടെ പൂർവ്വജന്മ ദോഷങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാൻ കഴിയുന്ന ആ ശ്വാസഗതിയിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാൻ കഴിയും? അതിന് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതായത് ഇപ്പോൾ ആ ശ്വാസഗതിയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ, നമ്മുടെ ആ ശ്വാസഗതി കൃത്യമായി കഴിഞ്ഞാൽ നമ്മുടെ പൂർവ്വജന്മ ദോഷങ്ങളും ഈ നാഗദോഷങ്ങളും അങ്ങനെയുള്ള എല്ലാ ദോഷങ്ങളും മാറുമെന്ന് പറഞ്ഞു. ആ രീതിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ശരി, ചെറിയ കർഷം വരുത്തില്ല. ഈ നാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നാഡീ വ്യവസ്ഥ എന്ന് പറഞ്ഞു. എൻ്റെ പൂർവ്വജന്മത്തിലുള്ള ഏത് വാസനകളും നമ്മളിപ്പോൾ അതിന് പറയുന്ന പേര് എൻകോഡിംഗ് എന്ന് പറയാനുള്ളത്. നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എൻകോഡിംഗ് എന്ന് പറയില്ലേ? എൻ്റെ ബോഡിയിൽ എൻകോഡിങ് ചെയ്തിരിക്കുന്ന സാധനമാണ് എൻ്റെ പൂർവ്വജന്മം, എൻ്റെ കർമ്മം എന്ന് പറയാം. അപ്പോൾ ഒരു നാഡീ വ്യവസ്ഥയിൽ ഇരിക്കുമ്പോൾ ആ നാഡീ വ്യവസ്ഥയിലുള്ള എൻകോഡിങ്, ആ നാഡീ വ്യവസ്ഥയെ നമ്മൾ പറയും സത്വം, നാഗങ്ങൾ പറയും. ഈ എൻകോഡിങ്ങിനെ മാറ്റിയാൽ ആ ദോഷം മാറും. മനസ്സിലായില്ലേ? എൻ്റെ ഒരു നാഡീ വ്യവസ്ഥ, അപ്പോൾ ഒരു കാളി എന്ന് പറഞ്ഞൊരു നാഡീ വ്യവസ്ഥ എൻ്റെ ശരീരത്തിനകത്തുണ്ട്. അതൊരു നാഡിയല്ല, പല നാഡികൾ കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ഒരു നാഡീ വ്യവസ്ഥയാണ് കാളി എന്ന നാഡീ വ്യവസ്ഥ. പുറത്ത് ദേവതയായിട്ട് പറയും, പക്ഷെ നമ്മൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു പറ്റം നാഡികൾ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ശക്തി സ്വരൂപത്തെ കാളി എന്ന് പറയും. അതിൻ്റെ അകത്ത് എൻ്റെ മുജ്ജന്മപരമായിട്ട് ഏതെങ്കിലും കർമ്മങ്ങൾ എൻകോഡിങ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ എടുത്ത് ക്ലീൻ ചെയ്യുമ്പോൾ ആ ദോഷം മാറും.
ചുരുക്കി പറഞ്ഞാൽ നവദോഷം മാത്രം. എല്ലാ എൻകോഡിങ് ഇരിക്കുന്നത് സർപ്പങ്ങളിലാണ്, നാഡീവ്യവസ്ഥയിലാണ്. സർപ്പങ്ങളിലാണ്, നാഡീവ്യവസ്ഥയിലാണ്. ഈ സർപ്പങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ജ്യോത്സ്യന്മാർ പറയുമ്പോൾ സർപ്പങ്ങൾ എന്ന് പറയും. നമ്മൾ പറയുമ്പോൾ നാഡീവ്യവസ്ഥ എന്ന് പറയും. ഇതിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് ശുദ്ധമായ രീതിയിലൊക്കെയുള്ള പ്രാണായാമം വരണം. പ്രാണായാമം വരണമെങ്കിൽ ബഹിർമുഖമായിരിക്കുന്ന മനസ്സിനെ ഇല്ലാണ്ടാക്കണം. അതായത് ഇന്ദ്രിയ വസ്തുക്കളിൽ നിന്നുള്ള ഭ്രമങ്ങൾ ഇല്ലാണ്ടാവണം. ഇല്ലാണ്ടായി ഈ ശ്വാസത്തെ നിയന്ത്രിക്കുന്ന ഒരു ശ്വാസമുണ്ട്. അതായത് ഇപ്പോൾ ഡോർ തുറന്ന് കിടക്കുക, ശ്വാസം അങ്ങോട്ട് പോകണ്ടോ ഇങ്ങോട്ട് പോകണമെന്ന് പറയാൻ പറ്റും കഴിയില്ല എന്ന് പറയുന്ന പോലെ ശ്വാസത്തെ അറിയാത്ത അവസ്ഥയല്ല. ശ്വാസം ഉണ്ടോ ഉണ്ട് എന്നാൽ ഇല്ല, അറിയാൻ പറ്റുന്ന അവസ്ഥ. കേവല കുംഭ അവസ്ഥയല്ല എന്നാൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. കേവല കുംഭം എന്ന് പറയാം. കേവല കുംഭത്തിൽ ശ്വാസം ഇല്ലാത്ത അവസ്ഥ ഫീൽ ചെയ്യുക സാധാരണക്കാർക്ക്. ഇതങ്ങനെയല്ല, ശ്വാസം ഉണ്ട്, ഉള്ളിൽ ഇന്നർ ബ്രീത്ത് നടക്കുന്നുണ്ട്, ഇതിൽ ശ്വാസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ പ്രഭാകർ സിദ്ധയോഗികളുണ്ടായിരുന്നു. വർഷങ്ങളോളം അദ്ദേഹം ജീവിച്ച ആളാണ്. ഒരിക്കൽ കടലിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നു. നന്നായി പ്രാണായാമം ചെയ്യുന്ന വ്യക്തിക്ക് 1 മണിക്കൂറല്ല, 1 വർഷമല്ല, 100 വർഷക്കാലം സ്വന്തം ശരീരം വെള്ളത്തിനടുത്ത് കേൾക്കാൻ പറ്റും. ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ കാരണം അതായത് ഭൂമിക്കടിയിലായാലും മണ്ണിൻ്റെ അടിയിലായാലും വെള്ളത്തിനടിയിലായാലും നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം ശ്വാസഗതി മൂക്കിലൂടെ ആണെങ്കിൽ പ്രാണായാമം ചെയ്യുന്ന മൂക്കിലൂടെ ആണെങ്കിൽ മാറ്റായില്ലേ? കിടക്കാൻ പറ്റും, ആൾക്ക് വെള്ളത്തിനോട് കിടക്കാൻ പറ്റില്ല. അപ്പോൾ പ്രാണായാമം എന്ന് പറഞ്ഞ സാധനം പ്രാണനെ ഉണ്ടാക്കുന്ന സാധനമാണെങ്കിൽ ഈ ശ്വാസഗതിയെ ഇല്ലാണ്ടാക്കി നിലനിർത്താനുള്ള കഴിവ് പ്രാണനുണ്ട്. പ്രാണൻ്റെ അംശം കുറയുമ്പോഴാണ് വലിച്ചു പോകുന്നതൊക്കെ. പ്രാണൻ്റെ അംശം കൂടുന്നതനുസരിച്ച് നമുക്ക് ഉറക്കമുണ്ടാവില്ല, ഉറക്കത്തിന് ഇൻറ്റൻസിറ്റി കുറയും. യോഗിക് ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 3/4 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ ഉറങ്ങിയാൽ മതി. അപ്പോൾ ശ്വാസഗതി അവിടെ കുറവായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് അത്ഭുത ശക്തികൾ നമ്മളിലേക്ക് വന്നു ചേരും അങ്ങനെ പറയുന്നു. മറ്റേ സാധാരണ ആൾക്കാർ ലെവൽ നോക്കുമ്പോൾ അത്ഭുത ശക്തിയാണ്. നമുക്ക് താല്പര്യമായിട്ട് തോന്നാറില്ല. കാരണം കൈലാസത്തിൽ കൈലാസമാണല്ലോ. നമുക്ക് അതിന് തോന്നേണ്ട ആവശ്യമില്ല. പുറത്തൊരാൾ നോക്കുമ്പോൾ അത് ശക്തിയായിട്ട് പറയും, പക്ഷെ ആ ശക്തിയല്ല അത് നമ്മളങ്ങനെയാണ്. ഒരു BMW കാർ ഉണ്ടാക്കിയിരിക്കുന്നത് അത് അങ്ങനെ ഉണ്ടാക്കിയേക്കണേ. അത് മറ്റേ എന്താ പറയുക, നമ്മുടെ ഏജൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ശക്തി പറയാൻ പറ്റില്ല. അത് അവൻ്റെ അവസ്ഥ അങ്ങനെയാണ്, ആ അവസ്ഥയിൽ അങ്ങനെയാണ്. ആ അവസ്ഥയിൽ മനനം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പ്രാപിക്കാൻ പറ്റാത്തവർ ആ അവസ്ഥയിൽ എത്തുമ്പോഴാണ് മനസ്സിൽ താങ്ങാൻ പറ്റാണ്ടായി പോണേ. അപ്പോൾ ഈ ശ്വാസം എടുത്ത് വിട്ടത് കൊണ്ടൊന്നും കാര്യമില്ല. മനസ്സിനെ ഈ പ്രത്യാഹാരം എന്ന് പറയാം, ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം നിർത്തലാക്കണം. എന്നിട്ട് പൗരാണിക ആയുർവേദം, പൗരാണിക ക്ഷേത്രവിധാനം പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രം ഉണ്ടാവും. ആ മന്ത്രത്തെ മനസ്സിനടക്കാൻ വേണ്ടി ഉപയോഗിക്കാറ്. അത് ഇന്ദ്രിയ വിഷയങ്ങൾ കണ്ണടച്ചു പോയി ഇരുന്നിട്ട് മറ്റുള്ള വിഷയങ്ങളിൽ നിന്ന് നമ്മൾ ഡിറ്റാച്ചായ ശേഷം ഒരു മന്ത്രം, അതിന് പറയുന്നത് ഹംസം എന്ന് പറയാം. ഈ ഇതല്ല ഹംസം, വേറെ ഒരെണ്ണമുണ്ട്. ഇപ്പോൾ രാമൻ എന്നുള്ള ഹംസമാണ്, രാമ. അതുകൊണ്ടാണ് വാൽമീകിക്ക് മോശം കിട്ടിയത്. രാമ 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 മര 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 രാമ എല്ലാം മതി. രാമെന്ന് ഉച്ചയ്ക്കണ്ട, മരാന്ന് ഉച്ചരിച്ചാലും മതി. ശിവ, കാളി, ഇതൊക്കെ ഓരോ ഹംസമന്ത്രങ്ങളാണ്. അപ്പോൾ ബഹിർമുഖമായിരിക്കുന്ന നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങളെ ഡിറ്റാച്ച് ചെയ്ത ശേഷം ഏതെങ്കിലും നമുക്ക് പൂർവ്വജന്മമായിട്ടുള്ള ഏത് നാഡീവ്യവസ്ഥയാണ് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നത്, അത് അങ്ങ് പറഞ്ഞ പോലെ ഏത് നാഗത്തിലാണ് ദോഷമിരിക്കുന്നത് ആ നാഗത്തിന് പ്രപ്പോഷനായിട്ടുള്ള ഹംസമന്ത്രത്തെ ഗുരു പറഞ്ഞു തുടങ്ങും കുട്ടികൾ. ആ ഹംസമന്ത്രത്തിൽ കൊച്ചു ചാൻഡ് ചെയ്യുമ്പോൾ അറിയാതെ ഈ ശ്വാസഗതി മാറ്റം വരും. അത് നമ്മൾ അറിഞ്ഞിട്ടല്ല, അറിയാതെ മാറ്റം വരും. കുറച്ച് നേരം കഴിയുമ്പോൾ ഫിസിക്കൽ ബോഡി അപ്പറൻസ് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കണ്ടോ, ചിലപ്പോൾ വാവളിച്ച് മലന്നൊക്കെ ഇരിക്കണ്ടാവും. പക്ഷേ ബോഡി തൊട്ടാൽ ഒരാൾ അറിയാൻ പറ്റും, ഇവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ഈ അവയർനെസ് നമുക്ക് ഉണ്ടാവില്ല. നടക്കുന്നുണ്ട്, ഒക്കെ അറിയുന്നുണ്ട്, പക്ഷേ നമ്മുടെ മൈൻഡിൽ നിൽക്കുന്ന വേറെ അവസ്ഥയിലില്ല. അപ്പോൾ ആ ഒരു ഹംസമന്ത്രം നമ്മുടെ
എന്താ പ്രാണ അപാനിലുള്ള മാറ്റം വരുത്തും. അതായത് എന്താ പറയുക, മെയിൻ ആയിട്ട് പറയുന്ന പ്രാണൻ്റെ ഒരു വിഘടിപ്പിക്കും, പ്രാണൻ അങ്ങോട്ട് നിന്ന് ചലിക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ശ്വാസോച്ഛ്വാസമാണ്. അതിൽ മാറ്റം വരും. അത് മാറ്റം വരുമ്പോൾ ഈ എൻകോഡിങ്ങിൽ മാറ്റം വരും. ഈ എൻകോഡിങ് കൊണ്ടാണ് അത് മാറ്റം വരുന്നത്. ഈ ഹംസമന്ത്രമാണ് അതിന് മാറ്റം വരുന്നത്. ഓരോന്നിനും ഓരോ ഹംസമന്ത്രത്തിലൂടെയാണ് പ്രാണായാമത്തിൽ എത്താൻ പറ്റും. ഓക്കെ, അതൊരു രഹസ്യവിദ്യയാണത്. ഇന്ന് കേൾക്കുമ്പോൾ രഹസ്യമല്ല, ചെറിയ കാര്യമാണ്. പക്ഷേ ഇങ്ങനെ പറയാനും പറ്റില്ല. എന്നല്ലേ, കാളി എന്നുള്ള ഹംസമന്ത്രമാണ്. അത് ഒരു ശരത്തിലൂടെ ഇടണം. അപ്പോൾ ബഹിർമുഖമായിരിക്കുന്ന മനസ്സിനെ കട്ട് ചെയ്തിട്ട് ആന്തരിക മനസ്സ് അവിടെ ഉണ്ടാവണം. ഏത് നാഡിയിലാണോ, അപ്പോൾ നാഡി അറിയണം, ചക്രങ്ങൾ അറിയണം. സെക്കൻഡ് വേണ്ടി നാഡികൾ അറിയാൻ വെച്ചാൽ ഇന്ന് എല്ലാ യോഗാചാര്യന്മാരും പറയുന്നത് 3 നാഡികളെ പറ്റിയിട്ടാണ്. ഞാൻ വീണ്ടും പറയാണ്. സുഷുപ്ന നാഡിയുടെ അകത്ത് കാണുന്ന കുറേ നേഴ്സ് ഉണ്ട്. മീൻസ് നട്ടലിൻ്റെ സ്പൈനൽ കോഡിൻ്റെ അകത്ത് കാണുന്ന കുറേ നാഡികളുണ്ട്. അത് കാണാൻ സാധിക്കും. അതല്ല നമ്മൾ പറയുന്ന സുഷുപ്ന നാഡി. നമ്മൾ പറയുന്ന സുഷുപ്ന നാഡിയെ ഒരു യോഗിക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, ഗുരുനാഥന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെ കാണുന്ന സുഷുപ്ന നാഡിയുടെ സുഷുപ്നാഡി, ഇടനാഡി, പിംഗളനാഡി, ഉഷനാഡി, അലംബുഷനാഡി, ഗാന്ധാരി നാഡി, അങ്ങനെ 7 നാഡി പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ പ്രധാനമായിട്ടുള്ള വേറെ നാഡികൾ പറയുന്നുണ്ട്. അതായത് യോഗ ആചാര്യനായിക്കോട്ടെ, കളരിക്കാരനായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് മോക്ഷത്തിൽ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് പൊക്കിളാണ്. ഈ പൊക്കിളിൽ തുടങ്ങുന്ന 7 നാഡികളുണ്ട്. അതിന് പറയുന്നത് കന്തം പ്രമാണിച്ച നാഡി, ശങ്കിനി, കുശങ്കിനി, രാധ, സരസ്വതി, ബാലീജ, വിഷ, അങ്ങനെ 7 നാഡി പറയുന്നുണ്ട്. ഈ 7 നാഡികളെയും ദേവലോകത്തുള്ള നാഗങ്ങളായിട്ട് സങ്കല്പിക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നാഡി സുഷുപ്ന എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ ഈ 7 നാഡികളെയും ബാക്കിയുള്ള നാഡികളെയും കളയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ചക്രങ്ങളിലേക്ക് വരികയാണെങ്കിലും ഈ ചക്രങ്ങളെ തന്നെ വിവിധ ചക്രങ്ങളായിട്ട് വിഭജിച്ചിട്ട് ഇത് അങ്ങനെയല്ല, ചെറിയൊരു കൺഫ്യൂഷനാണത്. ഇന്ന് എല്ലാവരും ചക്രധ്യാനം ചെയ്യും. സംശയിക്കട്ടെ, ഇപ്പം മൂവാറ്റുപുഴ 3, 6 കൂടി ചേരുമ്പോഴാണ് മൂവാറ്റുപുഴ എന്ന് പറയുന്നത്. വിവിധ സ്ഥലത്ത് നിന്നും 3 അര കൂടി ചേരുമ്പോൾ ആ ചേരുന്ന ഭാഗത്ത് ഒരു ചുഴി ഉണ്ടാവും. ഈ ചുഴിയെ നമ്മൾ പറയുന്ന പേര് ചക്രം എന്നാണ്. ഈ ചുഴിയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് നിയന്ത്രിക്കാൻ പറ്റുന്ന എവിടെയാണ്? ഒഴുക്കിലാണ്. 3 അല്ലെങ്കിൽ 4, 5 പുഴകൾ വരുമ്പോൾ ആ പുഴ കൂടി ചേരുന്ന ഭാഗത്ത് ചുഴി ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ പുഴയുടെ ഒഴുക്കിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, അല്ലാണ്ട് ചുഴിനെയല്ല. എന്ന് പറഞ്ഞ പോലെ ഇന്ന് എല്ലാവരും ചുഴി എന്ന് പറഞ്ഞ ചക്രങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. നിയന്ത്രിക്കാൻ സാധിക്കില്ല. ചക്രങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. ഇല്ല. ചക്ര എന്ന് പറഞ്ഞാൽ ഒരു പുഴയിലൂടെ വെള്ളം ഒഴുകുമ്പോൾ ആ പുഴയിൽ ആ ഒഴുക്കിൻ്റെ ശക്തി കൊണ്ടുണ്ടാകുന്ന ചുഴിയാണ് ചക്രങ്ങൾ. ഇടപിംഗള നാഡിയിൽ സുഷുപ്ന നാഡി കൂടി ചേരുന്ന സമയത്ത് ഒരു ശക്തമായ ചുഴി ഉണ്ടാവും. ആ ചുഴിയാണ് ചക്രമായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് മൂലാധാര ചക്രമല്ല പറയേണ്ടത്, മൂലാധാര പത്മത്തിൽ ഫോക്കസ് ചെയ്യണം. സ്വാധിഷ്ഠാന ചക്രമല്ല, സ്വാധിഷ്ഠാനം പത്മമാണ്. അനാഹത ചക്രമല്ല, അനാഹത പത്മമാണ്. ഈ ചക്രവും പത്മവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ പത്മം എന്ന് പറയുമ്പോൾ ഇപ്പോൾ മൂലാധാരത്തിൽ 4 നാഡീ വ്യവസ്ഥകളുണ്ട്. ഇടപിംഗള നാള് കൂടി ചേർന്ന് കഴിയുമ്പോൾ അവിടെ ഫ്ലോ ഉണ്ടാവും. ആ ഫ്ലോയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കൈവഴിയായിട്ട് പോകുന്ന 4 നാഡീ വ്യവസ്ഥയുണ്ട്. ആ നാഡീ വ്യവസ്ഥ തിളയും. ഇപ്പോൾ ഒരു പുഴയിലേക്ക് 5-6 സ്ഥലത്ത് വെള്ളം വന്ന് ഇടിച്ചിരിക്കണം, അവിടെ ചുഴിയുണ്ടാവും. അവിടെ നിന്ന് ചെറിയ ചെറിയ തോടും കനാലും ഉണ്ടാവും. ഈ വെള്ളം ഇവിടെ കൂടുമ്പോൾ അവിടെയും കൂടുമല്ലോ. എന്ന് പറഞ്ഞ പോലെ മൂലാധാര ചക്രത്തിൻ്റെ അകത്ത് ഇടപിംഗള നാഡിയിലൂടെ പ്രാണം വന്നു കഴിയുമ്പോൾ 4 സ്ഥലത്തേക്ക് പുറത്തേക്ക് ഔട്ട്ലെറ്റ് പോകും. അപ്പോൾ ഈ 4 ഔട്ട്ലെറ്റ് വിരിഞ്ഞേക്കും. ഇതിനെയാണ് പത്മം എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? എന്നാൽ ഈ ഇടിച്ചു കഴിയുമ്പോൾ ഒരു ചുഴി ഉണ്ടാവും. ആ ചുഴിയാണ് ചക്രം എന്ന് പറയുന്നത്. നമുക്ക് ചക്രം നോക്കിയിട്ട് കാര്യമില്ല. പുറത്തേക്ക് പോകുന്ന ഈ 4 ദളങ്ങളെ, 4 നാഡീ വ്യവസ്ഥകളെ, അതിൻ്റെ ഉള്ള പ്രാണയം കുറേയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. എന്നാൽ ആ ചുഴിയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല.
അപ്പം ഇന്ന് എല്ലാവരും ചക്രം എന്ന് പറഞ്ഞ സാധനം, ഈ ചക്രം ഉണ്ട്, ഇല്ല പറയില്ല, ഈ ഇടപിംഗള നാഡികളോ അല്ലെങ്കിൽ നാഡീവ്യവസ്ഥ കൂടി ചേരുമ്പോൾ അവിടെ പ്രാണങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് ചുഴി ഉണ്ടാവും. ആ ചുഴിക്ക് ഫണൽ പോലെ ഇരിക്കുന്നത്, ഒരു കുനിയിൽ പോലെ ഇരിക്കുന്നത്, അത് കറങ്ങുന്നുമുണ്ട്. ശ്വാസം എടുക്കുമ്പോൾ വലത്തോട്ടും ശ്വാസം വിടുമ്പോൾ ഇടത്തോട്ടും കറങ്ങും. സാധാരണഗതിയിൽ ശ്വാസം എടുക്കുമ്പോൾ ഒരു റൗണ്ട് കറങ്ങുമ്പോൾ ശ്വാസം വിടുമ്പോൾ ഒരു റൗണ്ട് ഫുള്ള് കറങ്ങില്ല. അങ്ങനെയുണ്ട്. കുറച്ച് ശ്വാസങ്ങൾ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും, കുറച്ച് പ്രാണൻ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത് അവിടെ. അപ്പോൾ ആധാരപത്മങ്ങളും ചക്രങ്ങളും രണ്ടാണ്. ചക്രങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നൊരു ഒരു നേരത്തെ പറഞ്ഞ പോലെ ആധ്യാത്മിക വിഷയത്തിലേക്ക് കടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ചക്ര ഹീലിംഗ് എന്ന് പറഞ്ഞിരുന്ന ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അതായത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കണമെങ്കിൽ നമ്മുടെ ചക്രങ്ങളെ ഹീൽ ചെയ്താൽ മതി എന്ന് പറയും. ആദ്യം തന്നെ മൂലാധാര ചക്രത്തെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മണി ബ്ലോക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ മാറുമെന്ന് ഒരുപാട് ഹീൽ ചെയ്യുന്ന ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അതിനെ ഹീൽ ചെയ്യാൻ കഴിയുന്നത്? എത്ര പേര് ഹീലായിട്ടുണ്ട്? മണി ബ്ലോക്ക് പറയുന്നുണ്ടാവും. ഇപ്പം നമുക്ക് ഞാൻ പറയുകയാണ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ പണ്ട് രാജാവിൻ്റെ കഥയുണ്ടല്ലോ, ഈ മോതിരം ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണത്. മൂലാധാര ചക്രങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഫോക്കസ് ആകുമ്പോൾ മനസ്സ് വിഷയത്തിൽ നിൽക്കില്ല. മനസ്സ് ഇതായിപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഇല്ലാണ്ടായിപ്പോൾ. അല്ലെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് നോക്കുമ്പോൾ ചില ഫീലിംഗ് ഉണ്ടാവും. ഇപ്പം ഞാൻ കുറച്ച് നേരം എൻ്റെ കൈകളിൽ നോക്കിയാൽ എൻ്റെ കൈക്കകത്ത് ഫീൽ ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ പ്രാണൻ്റെ അംശം കൂടുന്നതുകൊണ്ടാണ്. അതായത് എൻ്റെ മനസ്സ് ഇവിടെ നോക്കുക നോക്കട്ടെ, ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സോട് തന്നെയുണ്ട്. വീണ്ടും വീണ്ടും നോക്കുക. അപ്പം മനസ്സിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന സാധനം എന്താ? പ്രാണനാണ്. ആ പ്രാണൻ്റെ ചലനം പറയാൻ പറ്റും. അപ്പോൾ ഈ ചക്രത്തിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചെറിയ ഫീലിംഗ് ഉണ്ടാവും നമുക്ക്. അതൊന്നും പ്രയോജനമൊന്നുമില്ല. പക്ഷേ ഇതേ സാധനം തന്നെ മൂലാധാര പത്മത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ ഭയങ്കര വ്യത്യാസമായിരിക്കും. ഞാൻ പറയേണ്ടത് മണി ബ്ലോക്ക് അല്ല പറയേണ്ടത്, നമ്മുടെ ബോഡി സ്ട്രെങ്തൻ ആവുമെന്ന് പറയാം. ഈ ഫിസിക്കൽ ബോഡി മാത്രമല്ല, എനർജി ബോഡി സ്ട്രെങ്തൻ ആവും. എനർജി ബോഡിക്ക് ശക്തി കൂടും. പിന്നെ സ്ട്രോങ് ആവും. എനർജി ബോഡി സ്ട്രോങ് ആവുന്നതനുസരിച്ച് നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യം വ്യത്യാസം വരും. നമുക്ക് രണ്ട് രീതിയിലും ഉപയോഗിക്കാം. കടലിലൊക്കെ വ്യത്യാസം വെച്ചാൽ എനർജി ബോഡിയെ സ്ട്രോങ് ആക്കിയിട്ട് ആണ് കൊണ്ടുവരുന്നത്. അല്ല, ഇതിൽ പലപ്പോഴും ഹീൽ ചെയ്യുമ്പോൾ അവിടേക്ക് ഒരു ശക്തി കൊടുക്കുക എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പ്രാണിക് ഹീലിംഗ് ആണെങ്കിൽ പോലും കയ്യിൽ നിന്നും ഒരു പവർ, അല്ലെങ്കിൽ റേക്ക് ആണെങ്കിലും കയ്യിൽ നിന്നും അവിടേക്ക് ഹീൽ ചെയ്യാൻ വേണ്ടി ഒരു പവർ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പവർ, എക്സ്റ്റേണൽ പവർ ചെല്ലുമ്പോൾ അവിടെ മാറ്റങ്ങളുണ്ടാകും. വരും. എക്സ്റ്റേണൽ പവർ കൊടുക്കുകയാണല്ലോ. അതുകൊണ്ട് പറയും ഇത് ഞാനല്ല ചെയ്യുന്നത്, ഞാനൊരു കാരിയർ മാത്രമേ ആണെന്ന് പറയും. അപ്പം ഞാനെന്ന പറയുമ്പോൾ ബിപിൻ എന്ന ആളുടെ എനർജി കൊണ്ട് ചെല്ലുക, എൻ്റെ മനസ്സുകൊണ്ട് ചെല്ലുക, എൻ്റെ രാമനോട് ചെല്ലുക. പക്ഷേ ഇതെല്ലാം ഡിവിനിറ്റിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ നീ ഫീൽ ചെയ്യും, കൈക്കുള്ള ടിക്ലിങ് സെൻസേഷൻ ഫീൽ ചെയ്യും. കഴിയുമ്പോൾ തന്നെ ഈശ്വരൻ്റെ എനർജി നമ്മളോട് വന്ന് അങ്ങനെ കിടക്കും. ഇത് എല്ലാം ഹീൽഡ് ആവില്ല. അത് ഹീൽ ചെയ്യാനായിട്ട് അവൻ്റെ ബോഡി ആ എനർജി ആക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിന് റെഡി ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ കുടം കമത്തിച്ചിട്ടുള്ള വീണോണ്ടിരിക്കും. അതും കർമ്മമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ഷമ ചോദിക്കുന്നത്. പണ്ട് കുമ്പസാരം എന്ന് പറയല്ലേ, എല്ലാം പൂർണ്ണ രീതിയല്ല, എന്നാലും ഈ എനർജിയെ നമ്മുടെ ഉള്ളിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു വഴിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഹീൽ ചെയ്താലും ആവില്ല. അതുകൊണ്ടാണ് പല ആൾക്കാർ ഹീലാവത്തിൻ്റെ കാരണം. എനർജി എടുക്കും, പക്ഷേ എനർജി കക്കിക്കളയും. അത് ഈ റീബർത്തുമായിട്ടും അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതൊരു മറ്റൊരു വിഷയമാണ്. മറ്റൊരു വിഷയമാണ്.